ബോലോ ഭാരത് മാതാ കി. ഇന്നത്തെ പദയാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ സുരേഷ് ഗോപി അവറുകൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ എ.പി. അബ്ദുള്ളക്കുട്ടി അവറുകൾ, നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായ മുൻ സംസ്ഥാന അധ്യക്ഷൻ സി.കെ. പത്മനാഭൻ അവറുകൾ, മുൻ സംസ്ഥാന അധ്യക്ഷൻ പ്രിയങ്കരനായ പി.കെ. കൃഷ്ണദാസ് അവറുകൾ, ശിവസേനയുടെ സംസ്ഥാന പ്രസിഡന്റ് പേരൂർക്കട ഹരികുമാർ, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.എൻ. ഗിരി, എസ്.ജെ.ഡിയുടെ സംസ്ഥാന അധ്യക്ഷൻ വി.വി. രാജേന്ദ്രൻ, ബി.ഡി.ജെ.എസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാന്യനായ പൈലി വാത്യാട്ട്, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എൻ. ഹരിദാസ്, സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ. ശ്രീകാന്ത്, കെ. രഞ്ജിത്ത്, ദേശീയ കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള പി.കെ. വേലായുധൻ അവറുകൾ, എ. ദാമോദരൻ അവറുകൾ, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ സത്യപ്രകാശൻ മാസ്റ്റർ, സജി ശങ്കർ ജില്ലാ സഹപ്രഭാരി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ബിജു ഏളക്കുഴി, എം.ആർ. സുരേഷ്, കാമരാജ് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് കാളിയത്ത്, ഈ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ, ഉജ്ജ്വലനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ മെമ്പറും സംഘാടക സമിതിയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ സി രഘുനാഥ് അവറുകൾ, സന്നിഹിതരായിട്ടുള്ള മറ്റ് സഹോദരി സഹോദരന്മാരെ, അമ്മമാരെ, നല്ലവരായ നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കേരള പദയാത്രയുടെ രണ്ടാമത്തെ പര്യടനം ബലിദാനികളുടെ മണ്ണായിട്ടുള്ള കണ്ണൂരിന്റെ മണ്ണിലാണ്. ഈ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വൈകാരികമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം സംസാരിക്കുന്നത്. കണ്ണൂർ ഇന്ത്യയിലെ ഓരോ ദേശസ്നേഹിയെയും സംബന്ധിച്ച് വളരെ വലിയൊരു ഇടമുള്ള മണ്ണാണ്, ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച മണ്ണാണ്. ഒരു കാലത്ത് RSSനും BJPക്കും ഒരു തരത്തിലുമുള്ള സ്വാധീനവും ഇല്ലാത്ത കാലത്തും കണ്ണൂരിലെ ഓരോ RSS BJP പ്രവർത്തകനും തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രം, കയ്യിലേന്തിയ പതാക വാനിൽ ഉയർത്തിക്കെട്ടുന്നതിന് വേണ്ടി അവരുടെ ജീവൻ കൊടുക്കാനും മടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള നാടാണ് ഈ കണ്ണൂർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ അക്രമ രാഷ്ട്രീയം, എല്ലാ തരത്തിലുള്ള ഗുണ്ടായുസവും കൊലപാതകവും അക്രമവും നേരിടാൻ മടിയില്ലാത്തവരാണ്. ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാലും നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാൻ തയ്യാറില്ല. കഴുത്തിന് മുകളിൽ നിന്ന് തല ഛേദിച്ചു പോയാലും ഈ ഭാരത് മാതാ കി ജയ് ഉപേക്ഷിക്കാൻ തയ്യാറില്ല, ഈ കാവ്യ പതാക ഉപേക്ഷിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ജീവൻ ബലിയർപ്പിച്ച അനേകം ബലിദാനികളുടെ ചോര കൊണ്ട് ചുവന്ന നാടാണിത്. ആ പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾ, അംഗവൈകല്യം സംഭവിച്ചവർ, വിധവകളാക്കപ്പെട്ട സഹോദരിമാർ, മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർ, സഹോദരന്മാർ നഷ്ടപ്പെട്ട സഹോദരന്മാർ, അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഇന്നും ഈ മണ്ണിൽ ഈ ഒരു ആദർശത്തിന് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാം നഷ്ടമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് അവരുള്ളത്. പ്രിയപ്പെട്ടവരപ്പോഴും അവർ ഈ പ്രസ്ഥാനത്തെ കൈയൊഴിയുന്നില്ല. ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചെന്ന് അവിടെ തടവിലാക്കപ്പെട്ട 22ഓളം നമ്മുടെ പ്രവർത്തകന്മാരെ കള്ളക്കേസുകളിൽ കുടുക്കി ഈ പിണറായി വിജയന്റെ പോലീസും സർക്കാരും കള്ളക്കേസുകളിൽ കുടുക്കി, ഇല്ലാത്ത ആരോപണങ്ങൾ അവരുടെ പേരിൽ ചാർത്തി, നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ അവരുടെ പേരിൽ എഴുതി വെച്ച് അവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ച 21 പ്രവർത്തകന്മാരെ സെൻട്രൽ ജയിലിൽ പോയി കണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് കൊണ്ട് ആണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അവരോട് ഞാൻ ഒരേ ഒരു വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ 21 പേർ ഈ സെൻട്രൽ ജയിലിൽ കഴിയുമ്പോഴും
നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ ഈ തടവറയ്ക്കുള്ളിൽ കഴിയുമ്പോഴും ഈ തടവറയ്ക്ക് പുറത്ത് ജനലക്ഷങ്ങൾ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ആദർശത്തിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പിണറായി വിജയന്റെ നാട്ടിലാണ് നാം നിൽക്കുന്നത്. പിണറായി വിജയന്റെ നാട്ടിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പം പറഞ്ഞത് അധികാരത്തിൽ വന്നാൽ എല്ലാം ശരിയാക്കും എന്നുള്ളതായി. LDF വന്നാൽ എല്ലാം ശരിയാവും. പിണറായി വിജയൻ വന്നിട്ട് എന്തെങ്കിലും ശരിയായിട്ടുള്ളത് പിണറായി വിജയന്റെ കുടുംബത്തിനും 20 മന്ത്രിമാരുടെ കുടുംബത്തിനും മാത്രമാണ്. ബാക്കി എല്ലാവരെയും പിണറായി വിജയന്റെ സർക്കാർ ശരിയാക്കി കളഞ്ഞിരിക്കുന്നു.